പോക്കറ്റ് മണികളൊന്നും അങ്ങനെ തരുന്നില്ല, അല്ലെങ്കിൽ അതുകൊണ്ട് ഞങ്ങൾക്ക് തികയുന്നില്ല, അല്ലെങ്കിൽ അതിനെക്കുറിച്ച് കൂടുതൽ പിന്നെ അന്വേഷിക്കാൻ പോകത്തുള്ളൂ അല്ലേ? പൊതുവെ അതെ, ജസ്റ്റ് 1-2 മൂത്ത ഏജ് ഗ്രൂപ്പിലുള്ളവരൊക്കെ ആയിട്ട് ഒരു കൂട്ടുകുടുംബം, അവരും ഇതേ സെയിം സിറ്റുവേഷനിലുള്ളവരായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ളവരെ ഹായ്, ബിന്ദു സ്ട്രീംസിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഞാനിന്നലെ ലോങ് വീഡിയോ ഇട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും ഭയങ്കര സപ്പോർട്ടാണ് കേട്ടോ കിട്ടിയത്. ഒത്തിരി സന്തോഷം തോന്നി. കാരണം എന്തെങ്കിലും ഒരു കാര്യം നടന്നു കഴിഞ്ഞിട്ട് ആളുകൾ പിന്നെ അതിനെക്കുറിച്ച് സംസാരിക്കുകയുള്ളൂ, അതിനെക്കുറിച്ച് കേൾക്കാനായിട്ട് തയ്യാറാകുള്ളൂ കേട്ടോ. ഞാൻ പറഞ്ഞില്ല, ഒരു മാസം മുമ്പ് ഞാൻ 1-2 വീഡിയോസ് ഈ ഒരു വിഷയത്തെക്കുറിച്ച് ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. കാരണം കഴിഞ്ഞ വെക്കേഷൻ ടൈമിലാണ് ഞാൻ വീഡിയോ ഇട്ടത്. കാരണം ആ സമയത്തായിരിക്കും ചെറിയ കുട്ടികളൊക്കെ ഏറ്റവും കൂടുതൽ മൊബൈൽ യൂസ് ചെയ്യുന്നത്. അവർ വീട്ടിലിരിക്കുകയാണ്, വെക്കേഷൻ ടൈമാണ്. മാതാപിതാക്കൾ ഇന്നത്തെ കാലത്തെ പേരൻസ് എന്ന് പറയുമ്പം എല്ലാവർക്കും തന്നെ ജോലിയുണ്ട്, ഭാര്യയ്ക്കും ഭർത്താവിനും ജോലി ഉണ്ടാകും. അപ്പം കുട്ടികൾ ഒരുപക്ഷെ വീട്ടിൽ മുത്തശ്ശൻ്റെ മുത്തശ്ശിയുടെ ഒക്കെ കൂടെ ആയിരിക്കാം, അല്ലെങ്കിൽ അവർ തനിച്ചായിരിക്കാം, അതിലൊക്കെ അവരകത്തിട്ട് പൂട്ടിയിട്ട് ജോലിക്ക് പോകുന്നവരുണ്ടായിരിക്കാം, അല്ലെങ്കിൽ സർവൻസ് ഉണ്ടായിരിക്കാം. അങ്ങനെ പല സാഹചര്യത്തിലായിരിക്കും കുട്ടികൾ. പക്ഷേ പേരൻസ് ജോലിക്ക് പോകുമ്പോൾ കുട്ടികളെപ്പോഴും വീട്ടിൽ തനിച്ചാകും. അപ്പം അവരേറ്റവും കൂടുതൽ മൊബൈലിന് അഡിക്റ്റ് ആകുന്ന ഒരു ടൈമും അതാണ്. അവർക്ക് അപ്പോൾ തോന്നാം സ്നേഹം കിട്ടണില്ല, ഞാൻ ഒറ്റയ്ക്കാണ്, എന്നോട് എപ്പോഴും പരാതിയാണ്, എന്നെ ഉപദേശിക്കുവാണ്, എന്നെ വഴക്ക് പറയുവാണ്, ഇങ്ങനെയൊക്കെ തോന്നാം. കാരണം വേറെ ഒന്നും അവരുടെ ജീവിതത്തിൽ അവർക്ക് ചെയ്യാനില്ല. പണ്ടുള്ള കുട്ടികളെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പനും അമ്മയും എല്ലാവരും ജോലിക്കാരായിരിക്കില്ല, പറമ്പിലും പാടത്തൊക്കെ പണിയെടുക്കുന്നവരായിരിക്കും, വീട്ടിലുള്ള പണികളായിരിക്കും, പശു, ആട്, കോഴി, താറാവ് ഇതൊക്കെ ഉണ്ടായിരിക്കും. അപ്പോൾ കുട്ടികൾ അവരുടെ കൂടെ കൂടും. അവർക്ക് പിന്നെ വേറെ ഒന്നിനും ഒരു ടൈം ഉണ്ടാവത്തില്ല. എപ്പോഴും ഈ ജോലിയിൽ അവരിങ്ങനെ എൻഗേജ്ഡ് ആയിരിക്കും. അതവർക്കൊരു എൻജോയ്മെൻ്റ് ആയിരിക്കും. കൃഷി ചെയ്യാൻ കൂടും, പശുവിന് പുല്ല് വെട്ടാനായിട്ട് കൂടെ പോകും, അല്ലെങ്കിൽ പയറ് നടാനായിട്ട് പോകും. അങ്ങനെ ഓരോ കാര്യത്തിലൊക്കെ കുട്ടികളെ എൻഗേജ്ഡ് ആയിരിക്കും. പക്ഷേ ഇന്നത്തെ കാലത്ത് അങ്ങനെയല്ല. കുട്ടികൾ എൻഗേജ്ഡ് ആകുന്നത് മൊബൈൽ ഫോണിലാണ്. നേരത്തെയൊക്കെ കമ്പ്യൂട്ടറായിരുന്നു, ഇപ്പം പിന്നെ മൊബൈലിനകത്ത് എല്ലാ സിസ്റ്റവും ആപ്ലിക്കേഷൻസും എല്ലാം ഉണ്ട്. നമുക്കറിയാത്ത കാര്യങ്ങൾ പോലും കുട്ടികൾക്കറിയാം. അപ്പം അവരതിൽ എൻഗേജ്ഡ് ആകും. അപ്പോൾ വീട്ടിൽ നിന്ന് നമുക്ക് കുട്ടികൾക്ക് കൊടുക്കാൻ പറ്റുന്നത്, നീ അത് ചെയ്യരുത്, ഇത് ചെയ്യരുത്, അതെടുക്കരുത്, ഇതെടുക്കരുത്, അല്ലെങ്കിൽ നീ ചെയ്യുന്നത് ശരിയല്ല, നീ പോയി പഠിക്കാതെ ഇത് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളല്ലാതെ നമ്മുടെ കൂടെ കുട്ടികളെ ചെലവഴിക്കുന്ന ടൈം വളരെ കുറവായിരിക്കും. അതിനാൽ തന്നെ അവർ വേറെ സൗഹൃദങ്ങൾ തേടിപ്പോകാം, സോഷ്യൽ മീഡിയയുടെ സൗഹൃദങ്ങൾ തേടിപ്പോകാം, അല്ലെങ്കിൽ ക്ലാസ്സിലുള്ള ഫ്രണ്ട്സുമായിട്ടുള്ള സൗഹൃദങ്ങൾ, അവർ ഗെയിം കളിക്കും, അതാകും ഇതാകും. പിന്നെ അവർ കൂടുതൽ സോഷ്യൽ മീഡിയ അവർ കൂടുതൽ യൂസ് ചെയ്യണം. അപ്പോൾ അവർ കൂടുതൽ കാര്യങ്ങൾ ഇതിലൂടെ മനസ്സിലാക്കുവാണ്, ഇങ്ങനെയൊക്കെ ഉണ്ട്, അപ്പോൾ എളുപ്പത്തിൽ എങ്ങനെ പണം നേടാം, എളുപ്പത്തിൽ എങ്ങനെ സമ്പന്നനാകാം, ഇങ്ങനെയുള്ള ചിന്തകളിലൂടെയൊക്കെ കുട്ടികൾ കടന്നു പോകും. അപ്പോൾ അവർ വഴി തെറ്റാനുള്ള ചാൻസ് കൂടുതലാണ്, ഡ്രഗ്സ് ഉപയോഗിക്കാനുള്ള ചാൻസ് കൂടുതലാണ്. അതിൽ നിന്ന് എന്തോ ഒരു സുഖം കിട്ടുന്നുണ്ട് എന്നറിഞ്ഞിട്ട് അതൊന്ന് പരീക്ഷിച്ച് നോക്കും. പിന്നെ അത് ആ ഒരു ലഹരി ഇഷ്ടപ്പെടും, ആ ലഹരിയിലേക്ക് പോകും. അല്ലെങ്കിൽ എനിക്ക് പെട്ടെന്ന് പണം ഉണ്ടാക്കാനുള്ള മാർഗങ്ങൾ ഇതൊക്കെയാണ്. അപ്പോൾ അപ്പനും അമ്മയും ചോദിച്ചാൽ പോക്കറ്റ് മണികളൊന്നും അങ്ങനെ തരുന്നില്ല, അല്ലെങ്കിൽ അതുകൊണ്ട് ഞങ്ങൾക്ക് തികയുന്നില്ല, അല്ലെങ്കിൽ അപ്പൻ്റെ അമ്മയുടെ ഒക്കെ ഫോണിനേക്കാളും മീതെയുള്ള, അപ്പം എൻ്റെ കൂട്ടുകാരൻ ഉപയോഗിക്കുന്നത്, അല്ലെങ്കിൽ അവൻ്റെ പേരൻസിൻ്റെ ഇരിക്കുന്നത് ഐഫോണാണ്, അല്ലെങ്കിൽ വില കൂടിയ ഫോണാണ്, സ്മാർട്ട് വാച്ചുകളാണ്. അപ്പം എനിക്കും അത് വേണം എന്നുള്ള ആഗ്രഹം വരും. അതിൻ്റെ പുറത്ത് ഇങ്ങനെയുള്ള, ഞാൻ ഈ കഴിഞ്ഞ ദിവസം പറഞ്ഞതുപോലെ തന്നെ ചെറിയ പ്രായത്തിലെ തന്നെ കൊലപാതകം ചെയ്യാനും കുറ്റകൃത്യങ്ങൾ ചെയ്യാനും കക്കാനും മോഷ്ടിക്കാനും ഒക്കെയുള്ള ഒരു ടെൻഡൻസി കുട്ടികളിലേക്ക് ഉടലെടുക്കും. അതാണ് ഈ കഴിഞ്ഞ ദിവസം ഉണ്ടായത്. അപ്പം ഞാൻ ഈ കാര്യങ്ങളും, ഈ സോഷ്യൽ മീഡിയ ദുരുപയോഗം ചെയ്യുന്നത്, ചീത്തയായ കൂട്ടുകെട്ടിലേക്ക് പോകുന്നത്, ഫേക്ക് അക്കൗണ്ടുകൾ ഉണ്ടാക്കിക്കൊണ്ട് അവർ മറ്റുള്ളവരുമായിട്ട് ചാറ്റ് ചെയ്യുന്നത്, ചീറ്റ് ചെയ്യുന്നത്, ഇതിനെക്കുറിച്ചൊക്കെ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അന്ന് ഞാൻ പറഞ്ഞൊരു കാര്യം തന്നെയായിരുന്നു, നിങ്ങൾ ഒരിക്കലെങ്കിലും എപ്പോഴെങ്കിലും ഒക്കെ നിങ്ങളുടെ കുട്ടികളുടെ കയ്യിലിരിക്കുന്ന ഫോണ് നിങ്ങളൊന്ന് എടുത്തു നോക്കണം. അതിനകത്ത് അവരാരുമായിട്ടാണ് ചാറ്റ് ചെയ്യുന്നത്, അവർ ഏത് തരത്തിലുള്ള മെസ്സേജസ് ആണ് അയച്ചിരിക്കുന്നത്, അവർ ഫോൺ യൂസ് ചെയ്യുന്നത് ഏതൊക്കെ രീതിയിലാണ്
ഈ കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കണം അല്ലെങ്കിൽ ചിന്തിക്കണം എന്നൊക്കെ പറഞ്ഞ് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ അന്ന് ആ വീഡിയോയ്ക്ക് വലിയ റീച്ചൊന്നും കിട്ടിയില്ല. പക്ഷെ ഞാൻ ഇന്നലെ ഈ കാര്യത്തെക്കുറിച്ച് ഇട്ട് കഴിഞ്ഞപ്പം ഒത്തിരി പേര് റിയാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു, അല്ലെങ്കിൽ ഒത്തിരി പേരിലേക്ക് അത് എത്തിയിട്ടുണ്ടായിരുന്നു എന്ന് എനിക്ക് മനസ്സിലായി. കാരണം ഒരു സംഭവം നമ്മുടെ സമൂഹത്തിൽ നടന്നു കഴിഞ്ഞ് മാത്രമേ നമ്മൾ അതിനെക്കുറിച്ച് കൂടുതൽ പിന്നെ അന്വേഷിക്കാൻ പോകത്തുള്ളൂ, അല്ലേ? പൊതുവെ അതെ, ജസ്റ്റിസ് ഫോർ ഒരു പേര്, അല്ലേ, ഇന്ന ആൾക്ക് നീതി കിട്ടുക. പക്ഷെ അതിന് മുമ്പേ ആ ഒരു വിഷയത്തെക്കുറിച്ച് ആരെങ്കിലും സംസാരിച്ചിട്ടുണ്ടെങ്കിൽ ഒരിക്കലും അത് മൈൻഡാക്കത്തില്ല. അല്ലെങ്കിൽ എൻ്റെ കുട്ടി അങ്ങനെയല്ല, എൻ്റെ ചുറ്റുപാട് അങ്ങനെയല്ല, ഞങ്ങൾ നല്ല സാഹചര്യത്തിലാണ്, ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്നവരായിരിക്കും കൂടുതലും. പക്ഷെ എവിടെയെങ്കിലൊക്കെ എന്തെങ്കിലുമൊക്കെ സംഭവിച്ച് കഴിഞ്ഞാൽ മാത്രമേ ആളുകൾ അതിനെക്കുറിച്ച് പ്രതികരിക്കാനായിട്ട് തയ്യാറാകുള്ളൂ. ആ ഒരു ടെൻഡൻസി മാറണം. നമ്മൾ എപ്പോഴും ഒരു വശത്തിൻ്റെ പോസിറ്റീവ് മാത്രം എടുത്തു നോക്കിയാൽ പോലെ മക്കളിൽ കാണുന്ന പോസിറ്റിവിറ്റി മാത്രം നമ്മൾ എടുത്തു നോക്കുമ്പം അവരിലേക്ക് എന്തൊക്കെ നെഗറ്റിവിറ്റി വരാം, അവരേതൊക്കെ രീതിയിൽ കൂട്ടുകൂടുന്നുണ്ട്, സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നുണ്ടോ, ഇതെല്ലാം ചിന്തിക്കുകയാണെങ്കിൽ ഒരു പരിധിവരെ നമുക്ക് നമ്മുടെ കണ്ണീര് തടയാൻ സാധിക്കും, അല്ലെങ്കിൽ നമ്മുടെ വിഷമങ്ങൾ ഇല്ലാതാക്കാൻ സാധിക്കും. ഒരുപക്ഷെ ആ പെൺകുട്ടി ഫോൺ യൂസ് ചെയ്യുന്നത് 13 വയസ്സുള്ളൊരു പെങ്കൊച്ചാണ്. അപ്പം അതിൻ്റെ പേരൻസ് ആണെങ്കിൽ പോലും അത് ഏതൊക്കെ രീതിയിലാണ് അത് ഫോൺ യൂസ് ചെയ്യുന്നത്, അതിൻ്റെ മെസ്സേജസ്, അയച്ചിരിക്കുന്ന മെസ്സേജസ്, അതിൻ്റെ ഫ്രണ്ട്ഷിപ്പ്, ഇതിനെക്കുറിച്ചൊക്കെ ഒരുപക്ഷെ നേരത്തെ മനസ്സിലാക്കിയിരുന്നെങ്കിൽ ഇങ്ങനെയൊരു ദുഃഖം അവർക്ക് ഇല്ലാതാക്കാമായിരുന്നു, അല്ലേ? അപ്പം അതാണ് ഞാനും ചിന്തിച്ച ഒരു കാര്യം. കാരണം കുട്ടികളെക്കുറിച്ച് ഏതൊക്കെ രീതിയിൽ അവർ പോകുന്നു, ഏതൊക്കെ രീതിയിൽ അവർ ചിന്തിക്കുന്നു എന്നുള്ള കാര്യം നേരത്തെ ഒരു പരിധി വരെയെങ്കിലും ഒരു 75% എങ്കിലും മനസ്സിലാക്കാനായിട്ട് സാധിക്കണം. 100% ആരെയും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കില്ല. അതിപ്പോൾ നമ്മുടെ കുട്ടികളാണെങ്കിൽ പോലും 100% നമുക്കാരെ മനസ്സിലാക്കാൻ പറ്റില്ല. അപ്പം അത് ചിന്തിക്കണം. ഇവർ വേറൊരു തരത്തിൽ പോകാതിരിക്കാനായിട്ട് കുറച്ച് സമയം അവരുടെ കൂടെ സ്പെൻഡ് ചെയ്യാനായിട്ട് സമയം കണ്ടെത്തണം. ദിവസത്തിലൊരു അരമണിക്കൂറെങ്കിലും അവരോട് മിണ്ടാനായിട്ട്, അവരുടെ വിഷമങ്ങൾ കേൾക്കാൻ, അവരുടെ പരാതികൾ അറിയാനായിട്ട്. ചെറിയ പിള്ളേരാണ്, അവർ പറയുന്നതിലും വലിയ വലിയ കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നുള്ളവർ. നീ കുട്ടിയാണ്, നീ വലിയ വലിയ കാര്യമൊന്നും അന്വേഷിക്കണ്ട എന്നൊക്കെ പറയും. പക്ഷെ അവരുടെ ചിന്താഗതി അങ്ങനെയൊന്നും അല്ല. പണ്ട് നമ്മൾ ഈ മാവിലെറിഞ്ഞും അല്ലെങ്കിൽ നാരങ്ങ മിഠായി കഴിച്ചും ഗോലി കളിച്ചൊക്കെ നടന്ന്, അല്ലെങ്കിൽ തൊങ്ക് കളിച്ചും ഒറ്റക്കാലി ചാടി ഓടിക്കളിച്ചും സാറ്റ് കളിച്ചും നടന്ന പ്രായം, ആ പ്രായത്തിലുള്ള കുട്ടികൾ ഇപ്പം ആ രീതിയിലല്ല നടക്കുന്നത് എന്നുള്ള കാര്യം കൂടി ചിന്തിക്കുന്നത് നല്ലതായിരിക്കും. ഭക്ഷണ രീതി മാറിപ്പോയി, ജീവിത സാഹചര്യങ്ങൾ മാറിപ്പോയി, പ്രായം മാത്രമേ മാറാത്തതുള്ളൂ. നമ്മുടെ അതേ ഏജിൽ അവരും കടന്നു വരുന്നുണ്ട്. അപ്പോൾ കൗമാരക്കാരിലാണ് ഇപ്പം ഏറ്റവും കൂടുതലൊരു ഇങ്ങനെയുള്ള ഇത് കൂടുതലായിട്ട് കാണുന്നത്. ക്രൂര മെൻറ്റാലിറ്റിയൊക്കെ അത് പെട്ടെന്നൊരു ദിവസം പൊട്ടിമുളച്ച് വരുന്നതൊന്നും അല്ല. അവർ വളർന്നു വന്ന സാഹചര്യങ്ങളിൽ നിന്നും, അല്ലെങ്കിൽ അവരുടെ ചിന്താഗതി അങ്ങനെ ആയിപ്പോയത് മൂലമോ, അല്ലെങ്കിൽ ഇളയ കുട്ടി ഉണ്ടായി കഴിയുമ്പോൾ മൂത്ത കുട്ടിയോട് കുറച്ചുകൂടി ഹാർഷായിട്ട് പെരുമാറുമ്പോഴൊക്കെ, കുറച്ച് റഫായിട്ട് പെരുമാറുമ്പോഴൊക്കെ അപ്പോൾ എന്നെ ഇഷ്ടമല്ല, അപ്പം ഇളയതിനെയാണ് ഇഷ്ടം, അനിയത്തിനൊക്കെയാണ് ഇഷ്ടം, അല്ലെങ്കിൽ എന്നെ കൂടുതൽ ഉപദേശിക്കുന്നു, ഞാൻ പറയുന്നത് കേൾക്കാൻ ആരുമില്ല, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കുട്ടികളങ്ങ് ചിന്തിച്ചു പോവുകയാണ്. അപ്പം അതിലൂടെ അവർ അവരുടെ സെയിം ഏജ് ഗ്രൂപ്പുകാരുമായിട്ടോ, അല്ലെങ്കിൽ അവരെക്കാൾ 1-2 മൂത്ത ഏജ് ഗ്രൂപ്പിലുള്ളവരൊക്കെ ആയിട്ട് അവർ കൂട്ടുകൂടുമ്പം അവരും ഇതേ സെയിം സിറ്റുവേഷനിലുള്ളവരായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ളവരെയാണല്ലോ കമ്പനിയായിട്ട് കിട്ടത്തുള്ളൂ. അപ്പം അവരും ഇങ്ങനെ പറയും, അപ്പം നമുക്ക് ഇങ്ങനെയൊന്നും അല്ല, നമുക്ക് കുറച്ചുകൂടി അടിച്ചു പൊളിച്ച് ജീവിക്കാം, കാരണം നമ്മൾ വേറെ ആരും മൈൻഡ് ചെയ്യാനില്ല, വീട്ടുകാരെ നമ്മളെ ശ്രദ്ധിക്കുന്നില്ല, അപ്പം നമുക്ക് കുറച്ച് അടിച്ചു പൊളിച്ചൊക്കെ ജീവിക്കാം, ഇങ്ങനെയൊക്കെയുള്ള ചിന്താഗതിയിലേക്ക് വരുമ്പോഴൊക്കെ ആയിരിക്കാം. അപ്പം കഴിഞ്ഞ ദിവസം ആ പെൺകുട്ടി, 13 വയസ്സുകാരി പെൺകുട്ടി, മുത്തശ്ശനെ കൊട്ടേഷൻ കൊടുത്ത് കൊന്നു എന്നുള്ള വാർത്തകളിലൊക്കെ നിറഞ്ഞു നിൽക്കുന്ന ആ പെൺകുട്ടി, കഴിഞ്ഞ ദിവസം ഇന്നലെ ഒരു ന്യൂസ് കണ്ടതാണ്. എന്നെ എപ്പോഴും ഉപദേശിക്കുന്നു, അല്ലെങ്കിൽ എന്നെക്കുറിച്ച് എപ്പോഴും പരാതിയാണ്, എന്നെ സ്നേഹിക്കാൻ ആരുമില്ല, എന്നെ പരിഗണിക്കുന്നില്ല. ഇതൊക്കെ ഈ ഒരു സാഹചര്യത്തിലൊക്കെ കൂടിയാണ് പെൺകുട്ടി പൊട്ടിക്കരഞ്ഞുകൊണ്ടാണ് പറഞ്ഞതെന്നുള്ള ന്യൂസൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പം ഒരു പരിധി വരെ മക്കളെ കുറച്ചൊക്കെ ശ്രദ്ധിക്കുക, അവരുടെ പരാതികളും പരിഭവങ്ങളും നിസാരമാണെങ്കിൽ പോലും അത് കേൾക്കുക, അതിനൊരു പരിഹാരം നിർദ്ദേശിക്കുക, അങ്ങനെ
അങ്ങനെയൊക്കെ ആകുമ്പോഴല്ലേ എല്ലാവരും അമ്മയപ്പന്മാരൊക്കെ ആവുന്നത്. ആണോ? ശരിയാണോ? ആണോ ചേട്ടാ? ഞാൻ ഈ വണ്ടിയുടെ ഇടയ്ക്ക് കിടക്കും. ഞാൻ അപ്പം അതൊക്കെയാണ് ഇന്നത്തെ തലമുറ, അല്ലെങ്കിൽ നമ്മളിനി നേരിടേണ്ടി വരുന്ന പ്രശ്നങ്ങളും ജെൻസി യുഗവും അങ്ങനെയുള്ള യുഗത്തിലൂടെയൊക്കെയാണ് നമ്മളിപ്പോൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. സാഹചര്യങ്ങളൊക്കെ മാറിപ്പോയി. പണ്ട് നമ്മൾ നടന്ന സാഹചര്യമൊന്നും അല്ല. ചേട്ടനൊരിക്കൽ പറഞ്ഞിട്ടില്ലേ, ചേട്ടനൊരു സ്വർണ്ണമാല വേണമെന്ന് ആഗ്രഹം ചാച്ചനോട് വീട്ടിലെ അമ്മച്ചി മുഖേന അറിയിച്ചപ്പോൾ ചാച്ചൻ പറഞ്ഞത്, സ്വന്തമായിട്ട് അധ്വാനിച്ചുണ്ടാക്കി അത് കഴുത്തിലിടുമ്പോൾ കിട്ടുന്ന ഒരു സുഖം അത് വീട്ടിൽ നിന്നും വാങ്ങിച്ചു തന്നാൽ കിട്ടില്ല. അപ്പം ചേട്ടനത് മനസ്സിലാക്കിയത് ചേട്ടൻ അന്ന് ഒത്തിരി അധ്വാനിച്ചത് കൊണ്ടും കഷ്ടപ്പെട്ടത് കൊണ്ടൊക്കെ അല്ലേ അത് ആദ്യമായിട്ട് വാങ്ങി കഴുത്തേലിട്ട് കഴിഞ്ഞപ്പോൾ ഉണ്ടായ സന്തോഷമൊക്കെ. അത് പക്ഷെ ഇന്നത്തെ തലമുറയ്ക്ക് അറിയത്തില്ല. അവർ പെട്ടെന്ന് ഇങ്ങനെ കാശുകാരാകാം എന്ന് ചിന്തിക്കുന്നവരാണ്. അതിന് പഴയ കാര്യങ്ങളൊക്കെ ചെറുപ്പം മുതലേ തന്നെ, അല്ലാതെ പെട്ടെന്ന് ഒരു ദിവസം പോയി ഒരു 16കാരനോട് ചെന്നിട്ട് പെട്ടെന്ന് ഒരു ദിവസം ഞാൻ ഇങ്ങനെയൊക്കെ കഷ്ടപ്പെട്ട് ജീവിച്ചത്, അതുകൊണ്ട് നീ അതുപോലെ കഷ്ടപ്പെടണം എന്ന് പറഞ്ഞ് അതുവരെ അവൻ സുഖ ലാളനയിൽ ഒരു കൊച്ച 2 കൊച്ചൊക്കെ ഉള്ളു. അപ്പം അവൻ പറയണതൊക്കെ വാങ്ങിച്ചൊക്കെ കൊടുത്ത് വളർത്തിയിട്ട് ഒരു 16-17 വയസ്സായി കഴിയുമ്പോൾ നീ പോയി കഷ്ടപ്പെടാൻ പറഞ്ഞാൽ ഇങ്ങനെ പിള്ളേർ പോയി കഷ്ടപ്പെടുവോ? ഇല്ലല്ലോ, കഷ്ടപ്പെടൂല. ചെറുപ്പം മുതലേ അവരെ അത് അറിയിക്കണം. ചെറുപ്പം മുതലേ അങ്ങനെയാണ് വളർത്തേണ്ടത്. അല്ലാണ്ട് പെട്ടെന്നൊരു ദിവസം ചെന്ന് പറഞ്ഞാൽ അവര് അതിലേക്ക് പോകത്തില്ല, ഒരു കാരണവശാലും പോകത്തില്ല. ചെറുപ്പം മുതലേ എല്ലാം അങ്ങോട്ട് സാധിച്ചു കൊടുക്കാതെ കുറച്ചൊക്കെ കരഞ്ഞോട്ടെ, കുറച്ചൊക്കെ കൊതുകുത്തി ഇരുന്നോട്ടെ, എന്നാലും അത് എന്തുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറയുന്നത്, നിനക്കത് തരുന്നില്ല എന്നുള്ള കാര്യം ബോധ്യപ്പെടുത്തി കൊടുക്കണം. അല്ലാണ്ട് ചുമ്മാ ഇങ്ങോട്ട് കുട്ടി പരാതി പറഞ്ഞുകൊണ്ട് വരുന്നതിന് മുമ്പേ തന്നെ അങ്ങോട്ട് കയറി ഷൗട്ട് ചെയ്തിട്ട് കാര്യമില്ല. അപ്പം അതൊക്കെയാണ് കാരണം. അപ്പോൾ ഇനിയെങ്കിലും കുട്ടികളുടെ മൊബൈൽ അവർ യൂസ് ചെയ്യുന്നതൊക്കെ ഇടയ്ക്ക് എന്തൊക്കെയാണ് അവരുടെ റൂം ക്ലീൻ ചെയ്ത് വെക്കാനൊക്കെ പഠിപ്പിക്കാം, ബെഡ്ഷീറ്റ് മടക്കി വെക്കാൻ പഠിപ്പിക്കാം, കഴിച്ചു കഴിഞ്ഞാൽ പാത്രം കഴുകി വെക്കാൻ പഠിപ്പിക്കാം. ആൻസാണെങ്കിലും കഴിച്ചു കഴിഞ്ഞാൽ അവൻ അപ്പം തന്നെ ആ പ്ലേറ്റ് എടുത്തുകൊണ്ട് പോയി കഴുകി കമത്തി വെക്കും. അത് പണ്ട് മുതൽ അങ്ങനെയാട്ടോ, അവനെ ഞാൻ അതങ്ങനെ അങ്ങ് ശീലിപ്പിച്ചു. അപ്പം ചെറുപ്പം മുതലാണ് ചെറിയ ചെറിയ പറമ്പിൽ പണിയൊന്നും ഇപ്പം ഇല്ല. അപ്പം വീട്ടിനകത്തുള്ള ഓരോ കാര്യങ്ങളൊക്കെ അവർക്ക് കൊടുക്കാം, അവരെ ഓരോ പണി ചെയ്യാനും പ്രാപ്തരാക്കാം, കഷ്ടപ്പാടുകളുണ്ടെന്ന് മനസ്സിലാക്കി കൊടുപ്പിക്കാം. അതൊക്കെയാണ് ഇനിയിപ്പോൾ ഇന്നത്തെ തലമുറയ്ക്ക് നമുക്ക് കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ ഞാൻ കോളേജിലേക്ക് പോകാൻ കേട്ടോ. ഞങ്ങൾക്ക് കോളേജിൽ ഇന്ന് ഓണം സെലിബ്രേഷനാണ്. അപ്പം കുറച്ച് ലേറ്റായി പോയി. അപ്പോൾ പോയിട്ട് വരാം. അപ്പം വീണ്ടും പുതിയ വിശേഷം പുതുത്ത വീഡിയോ ഒക്കെ ആയിട്ട് വീണ്ടും വരുമ്പോഴേക്കും ഡിസൈനിങ് ഓഫ് ബിന്ദു സ്ട്രീംസ്. ബൈ.